എല്ലാവർക്കും ദേവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി ബിരിയാണിയാണ്. അതിന് ആദ്യം കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകും മല്ലിയും കൂടെ നമുക്കൊന്ന് മുളക് മുറിച്ചിട്ട് വറുത്തെടുക്കാം. മുളക് മുറിച്ചിട്ട് വറുക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതിലൊരു ശകല എണ്ണ കൂടെ ഒഴിച്ച് വറുത്തെടുക്കാം. ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, ഒരു ശകലം പട്ട, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകമായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. മാറ്റി തണുത്തിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വച്ചിരിക്കുകയാണ്. 1 ഗ്ലാസ് അരിയാണ്. അതിന് വേണ്ടുന്ന അതിലോട്ട് ഒരു 2-3 ഗ്രാമ്പും, 2 ചെറിയ കഷ്ണം പട്ടയും, ഒരു 3 ഏലക്കായും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇടുവാണ്. ഇനി അത് മൂടി വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തിട്ട് ഇടുവാണ്. ഇനി മൂടി വയ്ക്കാം, വേകട്ടെ. ഇനി നമുക്ക് അരി വേകുന്ന സമയം കൊണ്ട് മീനിനുള്ളത് അരപ്പെല്ലാം റെഡിയാക്കാം. എണ്ണ ഒഴിക്കുകയാണ്. ആദ്യം കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുകയാണ്. അതിലോട്ട് വറുത്തെടുക്കാനായിട്ട് വലിയ ഒരു സവാള അരിഞ്ഞതെടുത്തിരിക്കുകയാണ്. അതൊന്ന് വറുത്തെടുക്കാം. ഒരു ശകല ഉപ്പും കൂടെ അതിലോട്ട് ഇടുകയാണ്. ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, ചതച്ചതാണ്. അത് ഇതിലോട്ട് ഇടുക. ഇത് 2 ചെറിയ പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇടുകയാണ്. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ചേർക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണ്. ഉള്ളിയിലോട്ട് ഇളക്കി കൊടുക്കാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട്
നമുക്കൊരു 2 വലിയ തക്കാളിയാണ് അരിഞ്ഞത്, അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം. അതിലോട്ട് ചോറ് വെന്താന്ന് നോക്കാം. വെന്തിട്ടില്ല, കുറച്ചും കൂടെ ഒരു 3/4 ഭാഗമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ഇടുവാണ്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മുളകും അരപ്പെല്ലാം കൂടെ ചേർക്കുകയാണ്. മുളകും മല്ലിയും മസാലയും എല്ലാം കൂടെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുവാണ്. അത് എണ്ണയിൽ കിടന്ന് കുറച്ചൊന്ന് ഇതായിട്ട് നമുക്ക് മീനിടാം. അതിലോട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുകയാണ്. പുളിക്ക് പകരം നമ്മൾ പുളി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നാരങ്ങ നീര് ഒഴിച്ചത്. ഇതിലോട്ടിന് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിരുന്ന പാത്രത്തിലെ വെള്ളമാണ്. ഇനി ഇത് കുറച്ച് നേരം മൂടി വയ്ക്കാം, എന്നിട്ട് മീനിടാം. അതിൽ ഒരു കുറച്ചുകൂടെ ഉപ്പ് വേണം. ഉപ്പ് കുറവായിപ്പോയി, കുറച്ച് ഉപ്പും കൂടെ ഇടുവാണ്. ഇനി അതിലോട്ട് മത്തി ഇടുവാണ്. ചെറിയ മത്തിയാണേ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കട്ടെ. മത്തി ഒന്ന് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ചോറ് വെന്തോന്ന് നോക്കാം. ഇതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് എടുത്ത് ഊറ്റിയെടുക്കാം. നമ്മൾ അതിലോട്ട് വറുത്ത് വെച്ചേന്ന് പകുതി ഉള്ളി ഇതിലോട്ട് ഇടുവാണേ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ചോറും കൂടെ ഇടാം. ഇത് നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് കോരി മാറ്റിയിട്ട് ഇതിലോട്ട് തന്നെ ചോറിടാം. കറി കോരി മാറ്റി നമ്മളിനി അതിലോട്ട് ചോറ് പകുതി അതിലോട്ട് ഇടുവാണ്. ഇനി കറിയും കൂടെ അതിൻ്റെ മീതെ ഒന്നിടുവാണ്.
ആ ചോറും കൂടെ എൻ്റെ മീൻ നമ്മൾ അതിൻ്റെ മീതിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുവാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടുന്നില്ല. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇടുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഇതിന് അടപ്പ് തുറക്കുവാണ്. അടപ്പ് തുറന്നു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്ന് ഇളക്കിയൊക്കെ എടുക്കുവാണ്. മത്തിയൊന്നും വലുതായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല, ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ മത്തിയാണ്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ പാത്രത്തിലോട്ട് മത്തി ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് അച്ചാർ വെക്കുവാണ്. സലാഡ് വെക്കുവാണ്. പപ്പടവും വെക്കുവാണ്. ഇതാണ് നമ്മുടെ മത്തി ബിരിയാണി. റെഡി ആയിട്ടുണ്ട്.